ടാൻസാനിയയിലെ 4-ാം ദിനത്തിന്റെ പ്രഭാതം. അരൂഷയിലുള്ള നാട്രോൺ പാലസ് ഹോട്ടലിന്റെ ബാൽക്കണിയിലാണ് ഞാൻ. താഴെ തെരുവുകൾ ഉണർന്നു വരുന്നതേയുള്ളൂ. പക്ഷേ അല്പമകലെയുള്ള ബസ് സ്റ്റാൻഡിൽ ബഹളം തുടങ്ങിയിരിക്കുന്നു. യാത്രക്കാരുടെ പ്രവാഹം. ആ കാഴ്ച അധികനേരം കണ്ടുനിന്നില്ല. നേരം 6 മണിയായിരിക്കുന്നു. എനിക്ക് പെട്ടെന്ന് തന്നെ യാത്ര തുടങ്ങേണ്ടതുണ്ട്. റിസപ്ഷനിൽ ചെന്ന് ചെക്കൗട്ട് ചെയ്തു. റിസപ്ഷനിസ്റ്റ് കൈവീശി യാത്രയാക്കി. പുറത്തേക്കിറങ്ങുകയാണ്. റോഡിൽ ഡ്രൈവർ ഇമ്മാനുവേൽ കാത്തുനിൽപ്പുണ്ട്. തെരുവ് ഉണർന്നു വരികയാണ്. ചുമട്ടുതൊഴിലാളികളും ഉന്തുവണ്ടിക്കാരും വെറുതെ നിൽക്കുന്നവരുമെല്ലാം ഉണ്ടിവിടെ. ഇമ്മാനുവേൽ ഒരു കാറുമായാണ് വന്നിരിക്കുന്നത്. ഇതിൽ ഇന്ന് ഞാൻ പോകുന്നത് കിളിമഞ്ചാരോ കാണാനാണ്. അരൂഷയിലെത്തിയ ആദ്യ നാളിൽ ഞാൻ പരിചയപ്പെട്ടതാണ് ഇമ്മാനുവേലിനെ. ഇന്ന് കിളിമഞ്ചാരോയിലേക്ക് കൊണ്ടുപോകാൻ എത്തണമെന്ന് അന്നു തന്നെ പറഞ്ഞേൽപ്പിച്ചതുമാണ്. ഞങ്ങൾ യാത്ര തുടങ്ങി. ബസ് സ്റ്റാൻഡിനടുത്താണ് കൂടുതൽ ആളുകളെ കണ്ടിരുന്നത്. ഈ പാതകളുടെ ഓരത്താകട്ടെ വിരലിലെണ്ണാവുന്ന മനുഷ്യരെയെ കാണുന്നുള്ളൂ. ടാൻസാനിയയിലെ പ്രമുഖമായ അരൂഷ റീജിയന്റെ തലസ്ഥാനമാണ് ഈ പട്ടണം. 4 ലക്ഷത്തിലേറെ ആളുകൾ ഇവിടെ വസിക്കുന്നുണ്ട്. അരൂഷയുടെ ക്ലോക്ക് ടവറാണ് മുന്നിൽ കാണുന്നത്. 1930കളിൽ സ്ഥാപിതമായതാണ് അത്. അക്കാലത്ത് ക്ലോക്ക് ടവറിന് ചുറ്റുമായിട്ടായിരുന്നു അരൂഷയിലെ പ്രധാന ഭരണകാര്യാലയങ്ങളും വാണിജ്യ കേന്ദ്രങ്ങളും ഉണ്ടായിരുന്നത്. ഓൾഡ് മോഷി റോഡിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. നൈറേറ റോഡ് എന്നും ഇതറിയപ്പെടുന്നുണ്ട്. അത് കടക്കുന്നതോടെ ഇപ്പോൾ അരൂഷ ഹിമോ റോഡിലേക്ക് എത്തിയിരിക്കുന്നു. കിളിമഞ്ചാരോ റീജിയനിലെ ഒരു പട്ടണമാണ് ഹിമോ. റോഡിന്റെ വിപുലീകരണം നടക്കുകയാണ് ഇവിടെ ഇപ്പോൾ. 2 വരി പാത 4 വരിയാക്കുന്ന ജോലികൾ. ഹിമോ വഴിയാണ് അരൂഷയിൽ നിന്നും ദാറസലാമിലേക്കെല്ലാമുള്ള ഹൈവേ നീണ്ടുകിടക്കുന്നത്. അതുകൊണ്ട് തന്നെ അതീവ പ്രാധാന്യമാർന്ന ഒരു പാതയാണിത്. കിളിമഞ്ചാരോ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് അരൂഷയിൽ നിന്നുള്ള പ്രധാന പാതയും ഇതുതന്നെയാണ്. അന്താരാഷ്ട്ര നിലവാരത്തിൽ തന്നെയാണ് പണികൾ. ഇതാണ് പ്രധാന പ്രശ്നം. പലയിടത്തും വലിയ ട്രാഫിക് ജാമാണ്. ഏതാണ്ട് 3/4 മണിക്കൂറോളം ഞങ്ങൾ ട്രാഫിക് ജാമിൽ പെട്ടുകിടന്നു. ഇപ്പോൾ നഗരം പിന്നിലായിരിക്കുന്നു. ക്വാഫുണ്ടി എന്നൊരു ഗ്രാമപ്രദേശത്തു കൂടിയാണ് കടന്നു പോകുന്നത്. അത് കഴിയുന്നതോടെ കിലാല എന്ന സ്ഥലത്തേക്കെത്തുന്നു. അരൂഷ പട്ടണത്തിന്റെ പ്രാന്തഭാഗത്തെ ജനവാസ പ്രദേശങ്ങളാണ് ഇതെല്ലാം. അരൂഷ പിന്നിലാവുന്നതോടെ കൃഷിയിടങ്ങളുടെ കാഴ്ചയിലേക്കാണ് എത്തുന്നത്. ഫലവൃക്ഷങ്ങളും വാഴയുമെല്ലാമുണ്ട് കൃഷിയിടങ്ങളിൽ. വിശാലമായ ചോളപ്പാടങ്ങൾ. ചോളവും സോയാബീൻസും തന്നെയാണ് ഇവിടുത്തെ മുഖ്യ കൃഷികൾ. മലഞ്ചെരുവുകളിൽ വലിയ കാപ്പിത്തോട്ടങ്ങളുമുണ്ട്. എന്റെ ഡ്രൈവർ ഇമ്മാനുവേൽ ഈ നാട്ടുകാരൻ തന്നെയാണ്. പക്ഷേ സ്ഥലങ്ങളുടെ പേരൊന്നും വലിയ നിശ്ചയമില്ല. ഭൂപ്രകൃതിയുടെ സ്വഭാവം പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഇവിടെ ഞാൻ കാണുന്ന പ്രത്യേകത. ചിലയിടത്ത് മൈതാനക്കാടിന് സമാനമായ വരണ്ട ഭൂമിയാണ്. മറ്റൊരു ചെറു ടൗണിലേക്ക് എത്തിയിരിക്കുന്നു. കിൻഗോറി എന്ന സ്ഥലമാണിത്. അരൂഷ റീജിയനിലെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് വാർഡാണ് കിൻഗോറി. 20,000 ജനം വസിക്കുന്നുണ്ട് ഇവിടെ. ചെറു വീടുകളുള്ള ഒരു പ്രദേശം. അത് പിന്നിടുന്നതോടെ സദാല എന്ന പട്ടണത്തിലെ ചന്തയുടെ കാഴ്ചയിലേക്കാണ് എത്തുന്നത്. പുലർച്ചെ തന്നെ ചന്ത സജീവമായിരിക്കുന്നു. ചുറ്റുപാടുമുള്ള ഗ്രാമങ്ങളിൽ നിന്നും ഉൽപ്പന്നങ്ങളുമായി കർഷകർ ചന്തയിലേക്ക് എത്തുകയാണ്. മോഷിയിലെ കച്ചവടക്കാർ വരെ സദാലയിൽ വന്നാണ് പച്ചക്കറിയും മറ്റും വാങ്ങുന്നതെന്നാണ് ഇമ്മാനുവേൽ പറയുന്നത്. സദാല കഴിയുന്നതോടെ വിളഞ്ഞു നിൽക്കുന്ന ചോളപ്പാടങ്ങളുടെ കാഴ്ചയായി. പാതയോരത്തിട്ടാണ് ചോളം മെതിക്കുകയും ഉണങ്ങുകയുമെല്ലാം ചെയ്യുന്നത്. മോഷി പട്ടണത്തിന്റെ പ്രാന്തഭാഗത്തു കൂടിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. മോഷി പട്ടണത്തിലേക്ക് ഞങ്ങൾ കയറുന്നില്ല. മോഷിയുടെ പ്രാന്തപ്രദേശങ്ങളിലൂടെ കടന്ന് മരാങ്കു എന്ന സ്ഥലത്തേക്കെത്തണം. അതിലെ വേണം കിളിമഞ്ചാരോയുടെ ചുവട്ടിലേക്കെത്താൻ.
പല റൂട്ടുകളുണ്ട് കിളിമഞ്ചാരോയിലേക്ക്. അവയിലെ പ്രധാനപ്പെട്ട ഒന്നാണ് മരാങ്കുവിലൂടെയുള്ളത്. മോഷി പിന്നിലായിരിക്കുന്നു. ലോക്കൽ സർവീസ് നടത്തുന്ന മിനി ബസ്സുകൾ പാതയോരത്ത്. കാർഷിക ഉൽപ്പന്നങ്ങൾ സംസ്കരിക്കുന്ന ചില കേന്ദ്രങ്ങൾ. ഹിമോ എന്ന പ്രദേശമാണിത്. 1980കളിൽ പെട്ടെന്ന് വളരുകയും കുപ്രസിദ്ധി നേടുകയും ചെയ്ത പട്ടണമാണ് ഹിമോ. കെനിയയിൽ നിന്നുള്ള കള്ളക്കടത്ത് സാധനങ്ങളുടെ വലിയൊരു സംഭരണ വിതരണ കേന്ദ്രമാണ് ഹിമോ. ഈ റൂട്ടിലെ ഒരു പ്രധാന ജംഗ്ഷൻ കൂടിയാണ് ഹിമോ പട്ടണം. ഈ പാതയിൽ നിന്നും വലത്തേക്ക് തിരിഞ്ഞു പോയാൽ ദാറസലാമിലെത്താം. ടാൻസാനിയയുടെ തെക്കുകിഴക്കൻ ഭാഗത്തേക്കുള്ള പ്രധാന പാതയാണത്. ഈ ഹൈവേയിലൂടെ നേരെ യാത്ര ചെയ്താലാവട്ടെ കെനിയയുടെ അതിർത്തിയിലെത്തിച്ചേരും. ഹോളിലിയാണ് അതിർത്തിയിലെ പ്രധാന പട്ടണം. ആ റൂട്ടിൽ പോകാതെ ഇവിടെ വച്ച് ഞങ്ങൾ ഇടത്തോട്ട് തിരിയുകയാണ്. ഇതാണ് മരാങ്കുവിലേക്കുള്ള പാത. ഇതുവഴി പോയാൽ കിളിമഞ്ചാരോ പർവ്വതത്തിന്റെ ചുവട്ടിലേക്കെത്താം. കിളിമഞ്ചാരോയിലേക്ക് വാഹനങ്ങൾ പോകില്ല. നടന്നു തന്നെ പർവ്വതം കയറണം. 7 ദിവസം വേണ്ടിവരും അങ്ങനെ നടന്ന് പർവ്വതത്തിന്റെ മുകൾ തട്ടിലെത്താൻ. ചോളം വിളയുന്ന കൃഷിയിടങ്ങളാണ് ഇവിടെയെങ്ങും കാണാനാവുന്നത്. വലിയ തോതിൽ കരിമ്പു കൃഷിയും നടക്കുന്ന പ്രദേശമാണിത്. കരിമ്പിൽ നിന്നും കർഷകർ നാടൻ രീതിയിൽ നിർമ്മിച്ചെടുക്കുന്ന കൊണ്യാഗി എന്ന മദ്യം ഇന്നാട്ടിൽ ഏറെ പ്രശസ്തമാണ്. മരാങ്കുവിലെ പല വീടുകളിലും കൊണ്യാഗിയുടെ നിർമ്മാണം നടക്കുന്നുണ്ട്. കേരളത്തിലെ ഹൈറേഞ്ച് ഭൂപ്രകൃതിക്ക് സമാനമാണ് മരാങ്കു മേഖല. എപ്പോഴും തണുപ്പുള്ള കാലാവസ്ഥയായിരിക്കും ഇവിടെ. ഇത് മരാങ്കു ടൗണാണ്. ധാരാളം പെട്ടിക്കടകളെല്ലാമുള്ള ടൗണിൽ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞ് ഞങ്ങൾ യാത്ര തുടരുകയാണ്. സമുദ്രനിരപ്പിൽ നിന്നും 1700 മീറ്ററോളം ഉയരത്തിലെത്തിയിരിക്കുന്നു ഇപ്പോൾ. നല്ല തണുപ്പ്. നമ്മുടെ ഇടുക്കി ജില്ലയുടെ ചില ഭാഗങ്ങളിലൂടെ യാത്ര ചെയ്യുന്നത് പോലെയുണ്ട്. ഇടുക്കിയുടെ മലയോര മേഖലകളിലുള്ള എല്ലാ കൃഷികളും ഈ ടാൻസാനിയൻ പറമ്പുകളിൽ വളരുന്നത് കാണാം. വാഴയാണ് പ്രധാനം. തൈലപ്പുല്ല് പോലുള്ള ചിലയിനം പുല്ലും ഇവിടെ വലിയ തോതിൽ കൃഷി ചെയ്യുന്നുണ്ട്. ആഫ്രിക്കയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഹൈക്കിംഗ് റൂട്ടുകളിലൊന്നാണ് ഇന്ന് മരാങ്കു. കിളിമഞ്ചാരോ നടന്നു കയറാൻ ധാരാളം വിദേശികൾ എത്തിച്ചേരുന്ന ഒരിടം. ടൂറിസം രംഗത്തുണ്ടായ ഈ വളർച്ച മരാങ്കുവിന്റെ സാമ്പത്തിക നിലയും മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. ധാരാളം ഹോം സ്റ്റേകളും ടൂറിസ്റ്റ് ലോഡ്ജുകളും ഈ പ്രദേശത്തുണ്ട്. കൃഷിയിടങ്ങൾക്ക് നടുവിൽ കർഷകർ തന്നെ നടത്തുന്നതാണ് അവയിൽ ഏറെയും. വീര്യമേറിയ കൊണ്യാഗിയുടെ നിർമ്മാണമാണ് ഇന്നാട്ടുകാരുടെ മറ്റൊരു വരുമാന മാർഗം. മരാങ്കു ഗേറ്റിലേക്ക് കാർ എത്തുകയായി. ഗേറ്റിനു സമീപം വണ്ടി നിർത്തിയിറങ്ങി. കിളിമഞ്ചാരോ നാഷണൽ പാർക്കിലേക്കുള്ള പല വഴികളിൽ ഒന്നാണ് മരാങ്കു ഗേറ്റ്. പർവ്വതം കയറുന്നവർക്കുള്ള ഓറിയന്റേഷൻ സെന്റർ ഉൾപ്പെടെ നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ. ഇവിടെ നിന്നാൽ അങ്ങകലെ ആ പർവ്വതം കാണാം. ലോകപ്രശസ്തമായ കിളിമഞ്ചാരോ പർവ്വതം. മഞ്ഞിന്റെ തലപ്പാവണിഞ്ഞ് അതങ്ങനെ നിൽക്കുകയാണ്. 5895 മീറ്റർ ഉയരമുള്ള ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയരമാർന്ന പർവ്വതം. ടാൻസാനിയയിൽ എല്ലാ കാലത്തും മഞ്ഞ് കാണാൻ കഴിയുക ആ പർവ്വതമുടിയിൽ മാത്രമാണ്. കിബോ, ഷിറ, മാവൻസി എന്നിങ്ങനെ 3 കൊടുമുടികളാണ് കിളിമഞ്ചാരോയിൽ പ്രധാനമായുള്ളത്. അതിൽ ഏറ്റവും വലിയ കൊടുമുടിയായ കിബോയാണ് മഞ്ഞു പുതഞ്ഞ നിലയിൽ അക്കാണുന്നത്. മരാങ്കു ഗേറ്റിൽ നിന്നും ആ കൊടുമുടിയുടെ മുകളിലെത്താൻ ചുരുങ്ങിയത് 7 ദിവസമെങ്കിലും വേണ്ടിവരും. വർഷം തോറും 15,000 മുതൽ 20,000 വരെ ആളുകൾ ആ കൊടുമുടി കയറുന്നുണ്ടെന്നാണ് കണക്ക്. നിർജീവമായ ഒരു അഗ്നിപർവ്വതമാണ് കിളിമഞ്ചാരോ. 1.5 മുതൽ 2 വരെ ലക്ഷം വർഷങ്ങൾക്കിടയിലാണ് അതിൽ സ്ഫോടനം നടന്നിട്ടുള്ളതെന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. കിബോയുടെ മുകൾ തട്ട് മഞ്ഞുറഞ്ഞു കിടക്കുന്ന അഗ്നിപർവ്വത മുഖമാണ്. ഞാൻ മരാങ്കു ഗേറ്റിന്റെ പരിസരത്തുകൂടി നടന്നു. പർവ്വതം കയറാനെത്തുന്നവർക്കുള്ള ഓറിയന്റേഷൻ സെന്ററും പരിശീലന കേന്ദ്രവുമെല്ലാം ഇവിടെയുണ്ട്. കിളിമഞ്ചാരോ കയറ്റമെന്നത് ചിലവേറിയ സംഗതി തന്നെയാണ്. പാർക്കിലേക്കുള്ള എൻട്രൻസ് ഫീസ്, ഗൈഡ്, പോർട്ടർ, കുക്ക് എന്നിവർക്കുള്ള ഫീസ്, രാത്രിയിൽ ടെന്റടിക്കുന്നതിനുള്ള ഫീസ് എന്നിവയെല്ലാം അതിൽ ഉൾപ്പെടുന്നു. $3,000 വരെ വരും പർവ്വതം കയറി തിരിച്ചിറങ്ങുന്നതിനുള്ള ചെലവ്. ഏകദേശം 2 ലക്ഷം രൂപ. വലതുവശത്ത് ഇക്കാണുന്നത് പർവ്വതം കയറാൻ സൗകര്യമൊരുക്കുന്ന ടൂർ കമ്പനികളുടെ ഓഫീസുകളാണ്.
ഞാൻ ഏതായാലും പർവ്വതം കയറാൻ തീരുമാനിച്ചിട്ടില്ല. 7 ദിവസം അതിനായി എനിക്ക് ചെലവഴിക്കാനാവില്ല എന്നത് തന്നെ പ്രധാന കാര്യം. ടാൻസാനിയയ്ക്ക് ഏറ്റവും അധികം വരുമാനം നേടിക്കൊടുക്കുന്ന രണ്ടാമത്തെ നാഷണൽ പാർക്കാണ് കിളിമഞ്ചാരോ. $54 മില്യൺ പ്രതിവർഷം ഈ നാഷണൽ പാർക്കിൽ നിന്ന് ടാൻസാനിയൻ ഗവൺമെന്റിന് ലഭിക്കുന്നത്. ടൂർ കമ്പനികളും ഗൈഡുകളും പോർട്ടർമാരും എല്ലാമുണ്ട് ഈ ഗേറ്റിൽ. ധാരാളം ടൂറിസ്റ്റുകൾ ഇതുവഴി കിളിമഞ്ചാരോ പർവ്വതം കയറുന്നു. പ്രതിവർഷം 60,000 മുതൽ 70,000 വരെ ടൂറിസ്റ്റുകൾ കിളിമഞ്ചാരോ നാഷണൽ പാർക്ക് സന്ദർശിക്കുന്നു. അതിൽ 10,000-ലധികം പേരെങ്കിലും പർവ്വതത്തിൽ കയറുന്നുമുണ്ട്. പാശ്ചാത്യരാണ് ഇവിടെ എത്തുന്ന ടൂറിസ്റ്റുകളിൽ കൂടുതലും. ഇന്ത്യൻ സന്ദർശകർ നന്നേ കുറവ്. 2 ലക്ഷം രൂപ ചെലവഴിച്ച് പർവ്വതം കയറാൻ അവർ തയ്യാറല്ലെന്നത് ഒരു കാര്യം. നാഷണൽ പാർക്കിൽ പ്രവേശിക്കണമെങ്കിൽ കർശനമായ പല നിബന്ധനകളും പാലിക്കേണ്ടതുണ്ട്. പാഴ്വസ്തുക്കൾ പാർക്കിൽ ഉപേക്ഷിക്കുക, മരത്തിലോ പാറയിലോ എന്തെങ്കിലും എഴുതിവെക്കുക, അനുവദനീയമല്ലാത്ത സ്ഥലത്ത് പ്രവേശിക്കുക തുടങ്ങിയവയെല്ലാം കുറ്റങ്ങളായാണ് പരിഗണിക്കുക. ഈ പ്രദേശവും നാഷണൽ പാർക്കും പർവ്വതവും ഏറ്റവും ഭംഗിയോടെ നിലനിർത്താൻ ഈ നിബന്ധനകൾ സഹായകമാവുന്നുമുണ്ട്. മലേഷ്യ, തായ്ലാന്റ്, ടാൻസാനിയ, ചൈന. സഞ്ചാരം വോളിയം നമ്പർ 12. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9955442222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. സമുദ്രനിരപ്പിൽ നിന്നും 1879 മീറ്റർ ഉയരത്തിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. പാർക്കിനുള്ളിലൂടെ പർവ്വതത്തിന്റെ താഴ്വാരത്തേക്ക് നീണ്ടുകിടക്കുന്ന പാതയാണിത്. അതിന്റെ ഓരത്ത് ചില സ്മാരക ഫലകങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. കിളിമഞ്ചാരോ പർവ്വതത്തിൽ ആദ്യം കയറിയവർക്കുള്ള സ്മാരകങ്ങൾ. നടുവിലെ ഫലകത്തിലാണ് കിളിമഞ്ചാരോയുടെ നെറുകയിൽ ആദ്യം കാൽകുത്തിയ യൂറോപ്യനായ ഹാൻസ് മേയറുടെ വിവരങ്ങളുള്ളത്. 1889-ലാണ് ഹാൻസ് മേയർ കിളിമഞ്ചാരോയുടെ മുകളിലെത്തിയത്. ജർമ്മൻകാരനായ ഹാൻസ് മേയർ ആദ്യ ദൗത്യത്തിൽ തന്നെ കിളിമഞ്ചാരോയിലെ പ്രമുഖമായ 3 കൊടുമുടികളിലും കയറിയിരുന്നു. തൊട്ടടുത്ത് തന്നെ ടാൻസാനിയക്കാരനായ യൂഹാൻ ലവോയുടെ സ്മാരകവുമുണ്ട്. ഹാൻസ് മേയർ പർവ്വതം കീഴടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഗൈഡ് യൂഹാനായിരുന്നു. 18-ാം വയസ്സിൽ ഹാൻസ് മേയർക്ക് വഴികാട്ടിയ യൂഹാൻ 1996-ൽ തന്റെ 125-ാം വയസ്സിലാണ് അന്തരിച്ചത്. തൊട്ടടുത്ത് തന്നെ മറ്റൊരു ഫലകത്തിൽ ഹാൻസ് മേയറുടെ സംഘത്തിലെ ഗൈഡുമാരുടെയും പോർട്ടർമാരുടെയും പേര് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. ഈ മുന്നിൽ കാണുന്നതാണ് മരാങ്കു വഴി കിളിമഞ്ചാരോയിലേക്ക് പോകുന്നതിലെ ആദ്യ പോയിന്റ്. അതിനടുത്ത് വലതുവശത്ത് കാണുന്ന കെട്ടിടം കൊണ്ടുപോകുന്ന ലഗേജും തിരികെ കൊണ്ടുവരുന്ന വേസ്റ്റുമെല്ലാം തൂക്കി നോക്കുന്ന ഇടമാണ്. ലഗേജ് ആൻഡ് ഗാർബേജ് വെയിങ് പോയിന്റ്. ഇതിനപ്പുറത്തേക്ക് എനിക്ക് പോകാനാവില്ല. പർവ്വതം കയറുന്നവരെ മാത്രമേ അതിലെ വിടുകയുള്ളൂ. ഇനി ഞാൻ ഇവിടെ നിന്നും വാങ്ങിയ ഒരു വീഡിയോ പ്രേക്ഷകരെ കാണിക്കുകയാണ്. കിളിമഞ്ചാരോ കയറാനുള്ള ഒരുക്കം, പർവ്വതാരോഹണം എന്നിവയെല്ലാം പ്രേക്ഷകർക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഓരോ ഗേറ്റിനരികിൽ നിന്നുമാണ് ഒരുക്കം തുടങ്ങുന്നത്. പർവ്വതാരോഹകനുള്ള വെള്ളം, ഭക്ഷണസാധനങ്ങൾ എന്നിവയ്ക്കെല്ലാം നിശ്ചിത അളവുണ്ട്. 2 യാത്രികർക്ക് ഒരു ഗൈഡും 6 പോർട്ടർമാരും 1 കുക്കും എന്നതാണ് കണക്ക്. അപകട സാധ്യതകൾ കണക്കിലെടുത്ത് ട്രക്കർമാർ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കുകയും പ്രത്യേക സത്യവാങ്മൂലം ഒപ്പിട്ട് നൽകുകയും വേണം. ഓരോ ഗേറ്റിൽ നിന്നും നിശ്ചിത അകലത്തിൽ പല ക്യാമ്പുകളുണ്ടാവും. സംഘം ഓരോ ദിവസവും ഓരോ ക്യാമ്പിലാണ് തങ്ങുക. ആൾട്ടിറ്റ്യൂഡ് സിക്നസ് ഒഴിവാക്കുന്നതിനായി വളരെ സാവധാനം മാത്രമേ സംഘം നീങ്ങുകയുള്ളൂ. യാത്ര തുടങ്ങുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ മലയുടെ താഴ്വാരത്ത് വന്ന് താമസിച്ച് മതിയായ അക്ലൈമറ്റൈസേഷൻ നേടുകയും വേണം. 6 മുതൽ 9 ദിവസം വരെ നീളുന്നതാണ് യാത്ര. ആദ്യ ദിവസം കഴിയുന്നതോടെ തന്നെ മരങ്ങളുള്ള വനപ്രദേശം തീരുന്നു. പിന്നീട് പാറക്കെട്ടുകളിലൂടെ വേണം കയറിപ്പോകാൻ. 1-ാം ദിവസം 5 മണിക്കൂർ നീളുന്ന യാത്രയായിരിക്കും. ഏകദേശം 8 കിലോമീറ്റർ ദൂരം. 2-ാം ദിവസത്തെ യാത്ര 11 കിലോമീറ്റർ നീളും, 6 മണിക്കൂർ. 3-ാം ദിനം അക്ലൈമറ്റൈസേഷൻ ഡേ ആണ്.
സാഹചര്യവുമായി പൊരുത്തപ്പെടാനുള്ള ദിനം. തൊട്ടടുത്ത ദിനങ്ങളിലെല്ലാം 5 മുതൽ 6 മണിക്കൂർ വരെ മല കയറുന്നു. ഓരോ ദിവസവും കാലാവസ്ഥയിൽ വലിയ മാറ്റം പ്രകടമായിക്കൊണ്ടിരിക്കും. കിളിമഞ്ചാരോയുടെ മുകൾത്തട്ട് മഞ്ഞിന്റെ ഒരു ലോകമാണ്. നിരന്ന സ്ഥലങ്ങളിൽ ടെന്റടിച്ചാണ് സംഘാംഗങ്ങൾ താമസിക്കുക. അസ്വസ്ഥതകളോ അസുഖമോ ഉണ്ടാകുന്നവരെ ടെന്റിൽ തന്നെ തുടരാൻ അനുവദിക്കുകയോ പോട്ടർമാരോടൊപ്പം തിരികെ അയക്കുകയോ ചെയ്യും. ചെറു ബാഗുമായി ട്രക്കർമാർ നീങ്ങുമ്പോൾ വെള്ളവും ഭക്ഷണവും ടെന്റുമെല്ലാമുള്ള വലിയ ഭാരം ചുമന്ന് പോട്ടർമാർ പിറകെയുണ്ടാവും. ഓരോ ദിവസവും ഓരോ ക്യാമ്പുകളിൽ തങ്ങുന്നു. ഒടുവിൽ മഞ്ഞുറഞ്ഞു കിടക്കുന്ന കൊടുമുടിയുടെ നെറുകയിലേക്ക്. അവിടെ എത്തുന്നതോടെ പർവ്വതാരോഹണം വിജയമാകുന്നു. പിന്നെ തിരിച്ചിറക്കം തുടങ്ങുകയായി. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ മേൽക്കൂര പോലെ കിളിമഞ്ചാരോ. അതിനെ കീഴടക്കിയ ആഹ്ലാദത്തിൽ യാത്രികർ. ആ വീഡിയോയിൽ നിന്നും വീണ്ടും മരാംഗു ഗേറ്റിലേക്ക്. കിളിമഞ്ചാരോ നാഷണൽ പാർക്കിന്റെ ഒരു കവാടമാണത്. എനിക്കിനി ഇവിടെ അധികം കാഴ്ചകൾ പകർത്താനില്ല. അതിനാൽ ഗേറ്റിനടുത്തേക്ക് തിരികെ നടന്നു. കൂടുതൽ ആളുകൾ പർവ്വതം കയറാൻ വരുന്നുണ്ട്. അവരുടെ പോട്ടർമാർ ചുമടുമായി നീങ്ങുന്നു. കിളിമഞ്ചാരോയുടെ ഒരു അകലക്കാഴ്ചയും താഴ്വാരവും പർവ്വതം കയറുന്നതിനായി ആളുകൾ പുറപ്പെടുന്നതും കാണുക എന്നത് മാത്രമേ ഇവിടേക്ക് വരുമ്പോൾ ഞാൻ ലക്ഷ്യമിട്ടിരുന്നുള്ളൂ. അല്ലാതെ പർവ്വതാരോഹണത്തിനായി 7 ദിവസം മാറ്റിവെക്കാനില്ല. ഇവിടുത്തെ ഒരു സുവനീർ കടയിലേക്ക് ടൂറിസ്റ്റുകളെ ക്യാൻവാസ് ചെയ്യുന്ന ആളാണ്. എന്തെങ്കിലും വാങ്ങണമെന്ന് എന്നോട് ആവശ്യപ്പെട്ട അയാളോടൊപ്പം ചെന്നെങ്കിലും കടയിൽ എനിക്കാവശ്യമുള്ള ഒന്നും കണ്ടില്ല. ഇമ്മാനുവലിന്റെ കാറിൽ കയറി മടക്കയാത്ര തുടങ്ങുകയായി. ഇക്കാണുന്നത് ഇവിടുത്തെ ലോക്കൽ ബാറുകളാണ്. പറയത്തക്ക വൃത്തിയോ സൗന്ദര്യമോ ഇല്ല. എന്നാലും പാശ്ചാത്യ ടൂറിസ്റ്റുകൾക്ക് അതൊരു കൗതുകമാണ്. ധാരാളം ചെറു ലോഡ്ജുകളുമുണ്ട് ഇവിടെ. പർവ്വതം കയറാൻ വരുന്നവർ അക്ലൈമറ്റൈസേഷനു വേണ്ടി അവിടെയും താമസിക്കുന്നു. ഈ പ്രദേശത്തു കൂടി പോകുമ്പോൾ കാണുന്ന വീടുകളും കടകളും തൊടികളുമെല്ലാം ഇടുക്കി ജില്ലയിലെ ദേവികുളം, പൂപ്പാറ തുടങ്ങിയ പ്രദേശങ്ങളെ ഓർമ്മയിലെത്തിക്കുന്നു. കല്ലുകൊണ്ട് പടുത്ത് തകരം മേഞ്ഞ കെട്ടിടങ്ങൾ, തേയിലത്തോട്ടങ്ങളിലെ ലയങ്ങൾ പോലെയുണ്ടത്. അതേ ഭൂപ്രകൃതി, അതേ കാലാവസ്ഥ, അതേ രൂപമുള്ള കെട്ടിടങ്ങൾ. സസ്യജാലങ്ങൾ പോലും അവിടെ കാണുന്നത് തന്നെയാണ്. ധാരാളം ടൂറിസ്റ്റ് ലോഡ്ജുകൾ ഇവിടെയുണ്ട്. കിളിമഞ്ചാരോയുടെ ചുവട്ടിലെത്തുന്ന വിദേശ ടൂറിസ്റ്റുകൾ എല്ലാവരും തന്നെ പർവ്വതം കയറുന്നില്ല. കിളിമഞ്ചാരോയുടെ മുകളിലേക്ക് പോകുന്നവർ ഏറ്റവും അധികം എത്തുന്നത് മരാംഗുവിലാണ്. മറ്റു റൂട്ടുകളെ അപേക്ഷിച്ച് മരാംഗു വഴി കിളിമഞ്ചാരോയിൽ കയറാൻ ചെലവ് കുറവാണെന്നതാണ് കാരണം. മരാംഗുവിലെ പ്രധാന ജംഗ്ഷനാണിത്. ഏതാനും ക്രിസ്ത്യൻ പള്ളികളും ധ്യാന കേന്ദ്രങ്ങളുമെല്ലാമുള്ള പ്രദേശമാണ് മരാംഗു. ക്രിസ്ത്യൻ മാനേജ്മെന്റുകളുടെ സ്കൂളുകളും ഈ പ്രദേശത്തുണ്ട്. വഴിയോരങ്ങളും മറ്റും വൃത്തിയോടെ പരിപാലിക്കുന്നു എന്നതാണ് ഇവിടെ കാണുന്ന ഒരു പ്രത്യേകത. ഫ്ലെക്സ് ബോർഡുകളും ബാനറുകളുമില്ല എന്നതു തന്നെയാവാം ഈ വൃത്തിക്ക് ഒരു കാരണം. മരാംഗു പിന്നിടുന്നതോടെ കാർ മോഷിയുടെ സമീപത്തേക്കെത്തുകയായി. ഇതെല്ലാം മോഷിയുടെ പരിസര പ്രദേശങ്ങളാണ്. അരൂഷ പോലെ തന്നെ പ്രാധാന്യമാർന്ന പട്ടണമാണ് മോഷി. പക്ഷേ ഇന്ന് വളരെ പ്രധാനപ്പെട്ട യാത്രകൾ ഉള്ളതിനാൽ ഞാൻ മോഷി പട്ടണത്തിലേക്ക് പോകുന്നില്ല. 2 ലക്ഷത്തോളം ആളുകൾ വസിക്കുന്ന പട്ടണമാണ് മോഷി. ടാൻസാനിയയിലെ തന്നെ ഏറ്റവും വൃത്തിയുള്ള പട്ടണമായാണ് മോഷി വിലയിരുത്തപ്പെടുന്നത്. മേഖലയിലെ പ്രമുഖമായൊരു ടൂറിസം കേന്ദ്രവുമാണ് അത്. കിളി ഫെയർ എന്നറിയപ്പെടുന്ന ടൂറിസം ആൻഡ് ഇൻഡസ്ട്രിയൽ ഫെയർ മോഷി പട്ടണത്തെ അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്തമാക്കിയിട്ടുമുണ്ട്. ടാങ്കനിക്ക മേഖലയിൽ അധികാരം സ്ഥാപിച്ച ജർമ്മൻകാർ ആദ്യമായി ഒരു വിപുലമായ പട്ടാള കേന്ദ്രം സ്ഥാപിച്ചത് മോഷിയിലായിരുന്നു. 1893 അത്. ചാക, പാരെ എന്നിങ്ങനെ 2 വംശീയ വിഭാഗങ്ങളാണ് മോഷിയിലെ നിവാസികൾ. കാപ്പി, തേയില, ചണം, ഗോതമ്പ്, ചോളം എന്നിവയാണ് ഈ മേഖലയിലെ പ്രധാന കൃഷികൾ. ടാൻസാനിയയുടെ വടക്കുപടിഞ്ഞാറൻ പ്രദേശത്തെ ഭൂപ്രകൃതിയും വീടുകളും ഗ്രാമങ്ങളുടെ രൂപവുമെല്ലാം പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നതിനു വേണ്ടിയാണ് ഞാനിത് വിശദമായി കാണിക്കുന്നത്.
വിശാലമായ കൃഷിയിടങ്ങളിൽ അങ്ങിങ്ങായി തകരം മേഞ്ഞ വീടുകൾ. ടാൻസാനിയയിൽ തന്നെ ജീവിത നിലവാരത്തിന്റെ കാര്യത്തിൽ മുന്നിട്ട് നിൽക്കുന്ന പ്രദേശമാണ് മോഷി. വിദ്യാഭ്യാസത്തിലും ഇവിടം മുന്നിലാണ്. നല്ല നിലവാരമുള്ള ഒട്ടേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ പ്രദേശത്തുണ്ട്. കിളിമഞ്ചാരോ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ്, കോളേജ് ഓഫ് ആഫ്രിക്കൻ വൈൽഡ് ലൈഫ് മാനേജ്മെന്റ് എന്നിവയുൾപ്പെടെ നിരവധി ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇവിടെ പ്രവർത്തിക്കുന്നു. മോഷി പ്രദേശത്തുകൂടി ഞങ്ങൾ അരൂഷയിലേക്കുള്ള മടക്കയാത്ര തുടർന്നു.